നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 28-ാം തീയതി നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ മീനിൻ്റെ ഭക്ഷ്യ ലഭ്യത കുറവായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ട്രോളിങ്ങിൻ്റെ മറവിൽ മത്സ്യവ്യാപാരികൾ മീനിന് വില ഉയർത്തുന്നതായി ആക്ഷേപമുയരുന്നു. തീരത്ത് നിന്ന് തുച്ഛമായ വിലയ്ക്ക് ലേലം ചെയ്യുന്ന മീൻ 2-3 ഇരട്ടി വില വർദ്ധിപ്പിച്ചാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ വിൽപ്പന നടത്തുന്നത്. മത്സ്യങ്ങളുടെ പ്രജനന സമയമായതിനാൽ മൺസൂൺ കാലത്ത് 45 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിൽ പോയി പിടിക്കുന്ന മത്സ്യങ്ങളാണ് ആശ്രയം. ജില്ലയിലെ തോട്ടപ്പള്ളി, ചെത്തി സമീപത്തെ അഴീക്കൽ ഹാർബറുകളിൽ നിന്നുള്ള മത്സ്യങ്ങളാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. കാലവർഷവും കടൽക്ഷോഭവും മാറി നിൽക്കുകയും കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യ ലഭ്യതയിൽ മുൻകാലങ്ങളിലേക്കാൾ വൻ കുറവ് കാരണമായിരിക്കെ പരമ്പരാഗത തൊഴിലാളികൾ കട്ടമരങ്ങളിലും പൊന്തുവള്ളങ്ങളിലും ഫൈബർ ബോട്ടുകളിലുമായി എത്തിക്കുന്ന മത്സ്യങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ലേലം ചെയ്തെടുത്ത ശേഷം 2-3 ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തുമ്പോൾ ഒരേ സമയം മത്സ്യത്തൊഴിലാളികളും മത്സ്യം വാങ്ങുന്നവരും ചൂഷണം ചെയ്യപ്പെടുകയാണ്. വൻതോതിൽ ലഭിക്കുന്ന നത്തോലിക്ക് ഹാർബറിലെ വില കിലോഗ്രാമിന് 60 രൂപയാണ്. എന്നാൽ ചില്ലറ വിൽപ്പനശാലകളിലും മത്സ്യ കച്ചവടങ്ങളുടെ വാഹനങ്ങളിലും കിലോയ്ക്ക് 180 രൂപ വരെ വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുലഭമായി ലഭിക്കുന്ന മത്തിക്ക് ഹാർബറിലെ ലേലവില കിലോയ്ക്ക് 80 രൂപ മുതൽ 100 രൂപ വരെയാണെങ്കിൽ ചില്ലറ വിൽപ്പന 200 രൂപ നിരക്കിലാണ്. പൂവാലൻ ചെമ്മീൻ കിലോഗ്രാമിന് 220 രൂപ നിരക്കിൽ ലഭിക്കുമെന്നിരിക്കെ കച്ചവടക്കാർ 400 രൂപ മുതൽ 450 രൂപ വരെയുള്ള നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഫിഷിംഗ് ബോട്ടുകളുടെ ഇന്ധന ചിലവിലും കൂലിയിലും വൻ വർധനവുണ്ടാവുകയും സാധാരണ സീസണിൽ ലഭിക്കുന്നത്ര മത്സ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അമിത വില ഈടാക്കി ഇടനിലക്കാരുടെയും കച്ചവടക്കാരുടെയും കൊള്ള. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ നഗരങ്ങളിലെ തൊഴിൽ മേഖലകളെ തന്നെ വളരെയധികം വ്യാപകമായി വ്യാപിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലും. ഇവർ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലുടമകളും തൊഴിൽദാതാക്കളായ കോൺട്രാക്ടർമാരുമായി നിരന്തരമായ വാക്കുതർക്കങ്ങൾ പതിവായതോടെ തൊഴിലാളികളുടെ ദിവസക്കൂലി തൊഴിൽ വകുപ്പിൻ്റെ ചട്ടപ്രകാരമുള്ള നിരക്കിലേക്ക് നിജപ്പെടുത്തണമെന്ന ആവശ്യമായി കോൺട്രാക്ടർമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ പലയിടങ്ങളിലും തോന്നുംപടി വേതനം ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പെരുമ്പാവൂരടക്കമുള്ള പ്രധാന പട്ടണങ്ങളിലെല്ലാം ബായി തൊഴിലാളികളുടെ പരമാവധി ദിവസവേതന നിരക്ക് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബായിമാർ ദിവസവേതനം വർദ്ധിപ്പിച്ചതോടെ നിർമ്മാണ വ്യവസായ മേഖലയാകെ പ്രതിസന്ധിയിലായതായി വ്യവസായികളും പറയുന്നു. കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും അതിഥി തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അനിയന്ത്രിതമായ കൂലിക്കൂട്ടൽ തടയുന്നതിനായി അതിഥി തൊഴിലാളികളുടെ ദിവസക്കൂലി സംസ്ഥാന ലേബർ ആക്ട് പ്രകാരം നിജപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നിലവിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിയിട്ടുള്ള തൊഴിലാളികൾ പ്രതിദിനം 1000 രൂപ മുതൽ 1100 രൂപ വരെ വാങ്ങിക്കുന്നത് വിപണിയിൽ അസമത്വമുണ്ടാക്കുന്നതായും ഇത് ചെറുകിട വ്യവസായങ്ങളെയും സാധാരണക്കാരായ കെട്ടിട നിർമ്മാതാക്കളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തൊഴിൽ നിയമപ്രകാരം വൈദഗ്ധ്യത്തിനനുസരിച്ച് ലേബർ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതന പരിധിയായ 550 രൂപ മുതൽ 650 രൂപ വരെയുള്ള നിരക്കിലേക്ക് ദിവസക്കൂലി ഏകീകരിക്കണമെന്ന ആവശ്യവുമായി തൊഴിലുടമകളും കോൺട്രാക്ടർമാരും രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന തൊഴിൽ നിയമങ്ങൾ പ്രകാരം തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന അതേ നിയമപരമായ വേതനത്തിന് തുല്യമായ വേതനത്തിന് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അർഹതയുള്ളൂ. എന്നാൽ വേതനത്തെ ചൊല്ലിയുള്ള വാക്ക് തർക്കങ്ങൾ പല സ്ഥലത്തും തൊഴിലുടമകൾക്ക് നേരെയുള്ള കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്നുണ്ടെന്നുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നുള്ള ഓമന പേരിട്ട് വളർത്തിയതും നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതാണ്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സിലിണ്ടർ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ ഉയർന്ന വില തന്നെ
പിന്നീട് സിലിണ്ടർ ലഭിക്കാൻ നൽകേണ്ട സാഹചര്യമുണ്ടാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു ജൂൺ മാസം 30-ാം തീയതിക്കകം തങ്ങളുടെ ഈ KYC പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. നിശ്ചിത സമയത്തിനകം ഈ KYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HB ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. PMUY ഗുണഭോക്താക്കൾ ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു നിർദ്ദേശം ബാധകമാവുക എന്ന് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് ഈ KYC പൂർത്തിയാക്കിയ PMUY ഇതര ഉപഭോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. അതായത് ഈ KYC ചെയ്യാത്ത ഉപഭോക്താക്കൾ മാത്രമാണ് ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കേണ്ടത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കനത്ത പിഴ നൽകേണ്ട സാഹചര്യമുണ്ടാകും. അധികൃതമായ യാത്രകൾ തടയുന്നതിനും ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്തുന്നതിനുമായി ടിക്കറ്റ് ഇല്ല യാത്രക്കാർക്കുള്ള കുറഞ്ഞ പിഴത്തുക റെയിൽവേ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജൻ വിശ്വാസ് ആക്ട് പ്രകാരമുള്ള പുതിയ നിയമ ഭേദഗതി ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സമീപകാലത്ത് റെയിൽവേ നേരിടുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം സെൻട്രൽ റെയിൽവേ സോൺ ടിക്കറ്റില്ലാ യാത്രക്കാരിൽ നിന്നായി 40.85 കോടി രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെ 250 രൂപയായിരുന്നു കുറഞ്ഞ പിഴ ഈടാക്കിയിരുന്നതെങ്കിൽ ഇനി മുതൽ 500 രൂപയായിരിക്കും പിഴയായി ഈടാക്കുക എന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളെല്ലാവരുടെയും അറിവിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പരമാവധി ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.